പിറവിക്കാലം 1-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജ്ഞാനികളുടെ സന്ദർശനം. വാഗ്ദാനപ്രകാരം രക്ഷകൻ ബെത്ലഹേമിൽ പിറന്നു വീഴുമ്പോൾ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്നുമുള്ള പ്രവചനം തിരിച്ചറിഞ്ഞ് അതിനെ അനുധാവനം ചെയ്ത 3 ജ്ഞാനികളുടെ കഥയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ആ നക്ഷത്രം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന ദൈവപുത്രനെ പ്രതിനിധാനം ചെയ്യുന്നു. സഞ്ചരിക്കുന്ന നക്ഷത്രം ജ്യോതിശാസ്ത്രപ്രകാരം അസംഭവ്യമാണ്. പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. വന്ധ്യയെ ഋതുമതിയാക്കാനും കന്യകയെ ഗർഭവതിയാക്കാനും കടലിനെ വിഭജിക്കാനും 5 അപ്പത്തെ 5000 ആക്കാനും മരിച്ചവരെ ഉയിർപ്പിക്കാനും അപ്പത്തെ ശരീരമാക്കാനുമൊക്കെ അവന് കഴിയും. അതുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം അസംഭവ്യം തന്നെയാണ്. ഒരുപക്ഷെ ആട്ടിടയന്മാർക്കും ജ്യോതിശാസ്ത്രജ്ഞന്മാർക്കും വഴികാട്ടിയായി മാത്രം സ്വർഗത്തിൽ നിന്നും ഒരു പ്രത്യേക നക്ഷത്രം അയക്കപ്പെട്ടതുമാകാം. അത് വന്നു നിന്നതോ ദൈവം വന്നു പിറന്ന ബെത്ലഹേമിലെ പുൽക്കൂടിലും. ക്രിസ്തുമസ് കാലഘട്ടത്തിൽ വീടിന്റെ മുകളിൽ കെട്ടിത്തൂക്കുന്ന നക്ഷത്രം ഒരു ചടങ്ങല്ല. നമ്മുടെ വീടുകളിൽ ദൈവം വന്നു പിറന്നിരിക്കുന്നു എന്ന വിളംബരമാണ്. അതൊരു ആത്മീയ ചിഹ്നമാണ്. പൗരസ്ത്യ നാട്ടിൽ നിന്നും ജെറുസലേം വരെയുള്ള ജ്ഞാനികളുടെ യാത്ര ഒരു വെറും യാത്രയായിരുന്നില്ല, മറിച്ച് ഒരു ആത്മീയ യാത്രയായിരുന്നു. ഉണ്ണിയെ പൂജിക്കാൻ വന്ന അവരെ പൂജ രാജാക്കന്മാരാണെന്നാണ് വിളിക്കുന്നത്. അവർ ഏതോ രാജാക്കന്മാരായിരുന്നു എന്ന് ചുരുക്കം. കൊട്ടാരത്തിന്റെ ചൂടും സംരക്ഷണവും ഉപേക്ഷിച്ച് രക്ഷകനെ തേടിയിറങ്ങിയ ആ രാജാക്കന്മാർ യേശുവിനെ കണ്ടെത്തുവാൻ എത്ര ത്യാഗം ആവശ്യപ്പെടുന്നു എന്ന പാഠമാണ് ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന അറിവ് അവർക്കൊരു ആത്മീയ ജ്ഞാനമാണ്. അതുകൊണ്ടായിരിക്കാം അവരെ 3 ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത്. എല്ലാ യാത്രകൾക്കും ഒരു ലക്ഷ്യമുണ്ടാകും. ഒരു ക്രിസ്ത്യാനിയുടെ യാത്രാലക്ഷ്യം ഒന്നു മാത്രം: സ്വർഗം. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനുള്ള വഴി പഠിപ്പിക്കാനാണ് ദൈവം മനുഷ്യനായി പിറന്നത്. അതും ഒരു യാത്രയായിരുന്നു, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള ഒരു യാത്ര. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. യോഹന്നാൻ 14:3. അതിനാൽ വഴി മാറാതെ അവൻ ചൂണ്ടിക്കാണിച്ച ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമായ വഴിയിലൂടെ ത്യാഗപൂർവം നാം സഞ്ചരിക്കണം. കൂലങ്കഷമായി അതീവ ജാഗ്രതയോടെ സഞ്ചരിക്കേണ്ട ഒരു വഴിയാണ് സ്വർഗീയ യാത്ര. ആകർഷകമായ പല വഴികളും അറിവുകളും നമ്മെ മാടി വിളിക്കുന്നുണ്ടാകും. അറിവിന്റെ വിസ്ഫോടന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിരൽത്തുമ്പിൽ ലോകത്തിലെ സർവ്വ അറിവും ഒതുങ്ങി നിൽക്കുന്നു. AI ആവിർഭാവത്തോടെ മാനവ ചരിത്രത്തെ പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാം. സത്യത്തെയും മായയെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ. അറിവുകൾ നന്മയിലേക്കാണ് നയിക്കേണ്ടത്. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്നാണ് പറയപ്പെടുക. അദ്ദേഹത്തിന്റെ ആറ്റം എന്ന കണ്ടുപിടുത്തം ലോകത്തെ ഒരു നിമിഷം കൊണ്ട് ചുട്ടെരിക്കാനുള്ള മാരകായുധമായി ഉപയോഗിക്കാനും അതേസമയം ലോകത്തിന്റെ ഊർജ സ്രോതസ്സായ അണുനിലയ ശൃംഖലയുടെ ആവിർഭാവത്തിന് കഴിയുമായിരുന്നു. ഭീകരവാദികളും ഭീകരരാഷ്ട്രങ്ങളും ഈ കണ്ടുപിടുത്തത്തിന്റെ കറുത്ത ശക്തികളാണ്. ഇവരുടെ ഭീതിയിൽ ലോകമെങ്ങും മുൾമുനയിലാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. രാജാക്കന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നു എന്ന അറിവ് അവനെ തിരിഞ്ഞു കണ്ടുപിടിക്കാനും കണ്ടെത്തിയപ്പോൾ നിരാലംബയായ അവനിൽ ദൈവത്തെ ദർശിച്ച് സാഷ്ടാംഗം പ്രണമിക്കാനും കാഴ്ച ധൂപവസ്തുക്കൾ സമർപ്പിക്കാനും പൂജ രാജാക്കന്മാർക്ക് കഴിഞ്ഞപ്പോൾ മറുവശത്ത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യത്വരഹിതമായ 100 കണക്കിന് നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ രക്തം ഒഴുക്കിയ ഏറ്റവും ക്രൂരനായ രാജാവായി ഹെറോദോസ് മാറി. പക്ഷേ യേശു മാത്രം രക്ഷപ്പെട്ടു. ഹെറോദോസ് പരാജയപ്പെട്ടിടത്ത് യഹൂദ ജനത്തിന്റെ നേതൃത്വം വിജയിക്കുന്നു. പക്ഷേ അത് ദൈവിക പദ്ധതിയായിരുന്നു. ഭവിഷ്യത്തിനെ കുറിച്ച് തിരിച്ചറിവില്ലായിട്ടാണെങ്കിലും അവനെ വിവരമറിയിക്കാൻ ഇടയായതിന്റെ പരിഹാരമായി പിന്നീട് പഴയ വഴികൾ പരിത്യജിച്ച് പുതുവഴികളിലൂടെ തിരിച്ചുപോയ അവരുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകട്ടെ. T.S. എലിയറ്റിന്റെ പ്രശസ്തമായ ദ ജേണി ടു ദ മാജി, പൂജ രാജാക്കന്മാരിലേക്കുള്ള യാത്ര എന്ന ഒരു കവിതയുണ്ട്. ഞങ്ങൾ ജനനം കാണുവാനായി പോയി, മരിച്ചവരായി തിരികെ പോന്നു.
ജനനവും മരണവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവ രണ്ടും വേറെ വേറെ ആയിരുന്നു അറിവ്. പക്ഷേ ആ ജനനം മരണമായി ഞങ്ങൾ അവശേഷിച്ചു. ഈ ജനനം ഞങ്ങളുടെ തന്നെ മരണമായിരുന്നു. ക്രിസ്തു നമ്മിൽ ജനിക്കണമെങ്കിൽ നമ്മിൽ ആവശ്യം ഒരു മരണം നടന്നേ പറ്റൂ. അന്ന് യേശു ദർശനം പൂജരാജാക്കന്മാരുടെ മരണമായിരുന്നു. അത് അവർക്കൊരു പുനർജന്മമായിരുന്നു. അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവാന്വേഷണം മരണം പോലെ വേദനാജനകമാണ്, പക്ഷേ സ്വർഗീയ ലക്ഷ്യത്തിലേക്കുള്ള സുനിശ്ചിതമായ ഒരു പാതയുമാണ്.